വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എപ്പോഴും ആ ചേട്ടൻ്റെ മോനെ വാഴാന്ന് വിളിക്കും കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കും, അപ്പം ആ ചേട്ടൻ്റെ മോനെ വെച്ചാൽ ഒരു നിർഗുണം എന്നൊക്കെ പറയാമല്ലോ. ഒരു ജോലിക്കും പോവില്ല, എപ്പോഴും ഫുൾ ടൈം വെള്ളമൊക്കെ അടിച്ചിങ്ങനെ താമര വിരിഞ്ഞ് നേർന്ന ചേട്ടൻ. അപ്പം ഞാൻ ആലോചിക്കും, എനിക്ക് ചേട്ടനോട് കുറേ പ്രാവശ്യം പറയണമെന്നുണ്ട്, ചേട്ടാ ഇനി ആ കൊച്ചിനെ വാഴ എന്ന് പറയല്ലേ എന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ വാഴ എന്ന് പറഞ്ഞ സസ്യത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ ഒരു റോബസ്റ്റ കുലച്ച് ഞങ്ങൾക്ക് കുറേ പഴമൊക്കെ കിട്ടി. പിന്നെ അതുപോലെ റോബസ്റ്റ എന്നല്ല, ഏത് വാഴ എന്ന് വെച്ചാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് ചേട്ടൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ ചോദിച്ചാൽ എന്താ വേണം? ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ്റെ മോനെ വാഴാന്ന് വിളിക്കുന്നു. ചേട്ടൻ ചോദിച്ചാൽ എന്താ വേണം നീ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ, വാഴ എന്ന് പറയുന്ന സാധനം ഒരുപാട് ഗുണമുള്ളത്. നിങ്ങൾ വാഴേനെ ഇങ്ങനെ മോശമായിട്ട് കാണുന്നു. വാഴ എന്ന് പറയുമ്പം അതിൻ്റെ ഇല നമുക്ക് ഭക്ഷണം കഴിക്കാം. മീനൊക്കെ വറുക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം പൊതിഞ്ഞ് കൊണ്ടുപോകാനും പല ആവശ്യങ്ങൾക്കും അത് യൂസ് ചെയ്യാറുണ്ടല്ലോ. ഉണങ്ങിയ ഇലയാണെങ്കിലും അത് ഉണങ്ങിയതിനൊക്കെ തീ കത്തിക്കാനൊക്കെ നല്ലതല്ലേ. അതുപോലെ പച്ച ഇലയാണ് അതിന് അതിൻ്റെതായ ഗുണമുണ്ട്. പിന്നെ അതിൻ്റെ തണ്ട് നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് എണ്ണ ചേർക്കാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് ഇങ്ങനെ തടവും. അപ്പോൾ അതങ്ങനെ അതിൻ്റെ യൂസുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റെം പോർഷൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ പോളകൾ ഓരോന്നാക്കി അടർത്തി മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ പിണ്ടി ഉണ്ടാവും. അത് നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ അതിനകത്ത് കൊലയുണ്ടാവും. കൊല പച്ചയായിട്ട് ആണെങ്കിൽ കറി വെക്കാൻ പറ്റും. പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് അതിനുമുണ്ട്. പിന്നെ അതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ വീണ്ടും അടുത്ത വാഴ ഉണ്ടാകും. പിന്നെ അതിൻ്റെ ഈ വാഴനാരയ്ക്ക് എന്തോ ഉണക്കിയെടുത്ത് ഇപ്പോൾ എന്തോ ഈ എന്താ പറയുക പരിസ്ഥിതിയോട് യോജിച്ചിട്ടുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ വാഴ വെട്ടിയതിന് ശേഷം അതിൻ്റെ നടുഭാഗം വരത്തില്ലേ, അവിടെ ഇങ്ങനെ കുറച്ചതിൻ്റെ ഉള്ളിലത്തെ പോളയൊക്കെ എടുത്തിട്ട് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഏലക്കയോ ജീരകം എന്തൊക്കെയോ ഇട്ട് വെക്കും. എന്നിട്ട് അതിങ്ങനെ ഒരു എന്തെങ്കിലും വെച്ചിങ്ങനെ കവർ ചെയ്ത് വെക്കും സേഫായിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം അത് തുറന്ന് നോക്കും, നിറച്ചും വെള്ളം വന്നിട്ടുണ്ടാവും. ആ വെള്ളം കിഡ്നി സ്റ്റോണിനൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ വാഴയ്ക്കുണ്ട്. അതുകൊണ്ട് ഇനി ചേട്ടനെ മോനെ വാഴാന്ന് വിളിച്ചിട്ട് വാഴയെ അപമാനിക്കുന്നതിൻ്റെ അപേക്ഷ. അത് കേട്ട് വരുമ്പോൾ ചേട്ടൻ പറഞ്ഞു, ശരി മോളെ, ഇനി ഞാൻ എൻ്റെ മോനെ ഒരിക്കലും വാഴാന്ന് പറഞ്ഞു. ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല മോളെ. ഞാൻ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വരുന്ന കാര്യം ഓർത്തപ്പോഴാണ് ഇവനെ വാഴ വിളിച്ച്. ഇനി ഞാൻ വിളിക്കില്ല മോളെ, സത്യമായിട്ടും വാഴയോട് ഞാൻ ക്ഷമ ചോദിക്കണം. എങ്ങനെയുണ്ട്, നമ്മൾ ആരെയും ഇങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഓരോന്നിനും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് തിരിച്ചറിയാം. ഓക്കെ, ബൈ ഗൈസ്.